ദേ ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ വാവക്കുട്ടനെ കണ്ടു. കുരുത്തക്കേടും മണ്ണിക്കളിയും കൂടുതലായപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വിളക്കൊന്ന് തേക്കാൻ പറഞ്ഞു. അന്നേരം ആൾ നിന്ന് തേക്കുവാണ് ഗൈസ്. സോപ്പ് മുക്കിയിട്ട് നന്നായിട്ട് തേക്കും. ബാലവേലയൊന്നും അല്ല കേട്ടോ. ഇടയ്ക്ക് കാശൻ എന്നെ സഹായിക്കാറുണ്ട്. കുറുമ്പിച്ചിരി കൂടുതലാണ്. ഇവിടെന്ന് വെച്ചാൽ ചെറിയ മമ്മട്ടി എടുത്ത് കല്ലിലിട്ട് അടിച്ചടിച്ച് തകർക്കാൻ നോക്കുന്നു. ഞാൻ വിളക്കൊന്ന് തേക്കാനായിട്ട് ആശാൻ അങ്ങനെ ചെയ്യണം ഗൈസ്. എൻ്റെ ചക്കരക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഓടിയത് അവിടെ വീണു. ഭയങ്കര കരച്ചിലായിരുന്നു. അതിലും കുഴപ്പമില്ല. ഇപ്പോൾ സാധാരണ മുട്ടൊക്കെ പൊട്ടാറാണ് പറഞ്ഞത്. ഇപ്രാവശ്യം കുഴപ്പമൊന്നുമില്ല. എന്നെ സഹായിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലെ സഹായിക്കുന്ന കുട്ടികൾ? പകുതി കഴിച്ച് വെച്ചേരെ, അമ്മ കഴിക്കോളാം. അവിടെ വെച്ചേര്. ഉടുപ്പൊന്നും എടുക്കാതെ എൻ്റെ പൊന്നോ, ഇനി സ്കൂളിലൊക്കെ പോകേണ്ടതാണ്. ഗൈസ്, ഇതാണ് സപ്പോട്ടിക്ക. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ എന്താ പറയുന്നത്? ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ പഴുത്തിട്ട് വേണം. കുറച്ചൊക്കെ വവ്വാൽ കൊണ്ടുപോകും, വവ്വാലും കിളികളും കൊണ്ടുപോകും. എന്നാലും കുറച്ച് ഞങ്ങൾ പറിച്ച് വയ്ക്കും, പഴുപ്പിച്ച് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞില്ലേ അത്? വഴി പോയി വാ, കളിക്കാം. മതിയടാവേ, ആരാ പോണം നോക്കി. ബാബക്കുട്ടൻ വെള്ളത്തിൽ കളിച്ചാൽ വഴക്കിടുന്ന ഒരപ്പൂപ്പയാണ് ആ പോകുന്നത്. ഇവനെപ്പോൾ വെള്ളത്തിൽ കണ്ടാലും വഴക്കിടും. ആരെയാണ്? നമ്മുടെ പൊന്നാപ്പ. പൊന്നാപ്പേനെ ആൾക്ക് പേടിയാണ്. ഇഷ്ടമാണ് പുള്ളിക്ക് അവനെ. ഇവനാണെങ്കിൽ ഭയങ്കര പേടിയാണ് വഴക്കിടുന്നവരൊക്കെ. മതി ബാ, എത്ര കണ്ണവാ നീ, മതി കുഞ്ഞു ബാ. ഇനി ആളെ ഒന്ന് പിടിച്ച് മാറ്റട്ടെ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ.